ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അശ്വതി. പ്രധാന വാർത്തകൾ. തീവ്രവാദത്തിനെതിരെ കർശനമായ നടപടി സ്വീകരിക്കുമെന്ന് കേന്ദ്ര സർക്കാർ. അതിർത്തി മേഖലകളിൽ ജാഗ്രത ശക്തമാക്കാൻ നിർദ്ദേശം. പഹൽഗാമിൽ ഭീകരാക്രമണത്തിൽ വെടിയേറ്റു മരിച്ച കൊച്ചി ഇടപ്പള്ളി സ്വദേശി എൻ രാമചന്ദ്രന് ജന്മനാടിന്റെ അന്ത്യാഞ്ജലി. സംസ്കാര ചടങ്ങുകൾ പുരോഗമിക്കുന്നു. സംസ്ഥാനത്തെ ത്രിതല പഞ്ചായത്തുകൾക്കും നഗരസഭകൾക്കുമായി 1396 കോടി രൂപ അനുവദിച്ചതായി മന്ത്രി കെ എൻ ബാലഗോപാൽ. ബഹിരാകാശ വൈദ്യശാസ്ത്ര സഹകരണം സംബന്ധിച്ച് ISROയും ശ്രീ ചിത്തിര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസസ് ആൻഡ് ടെക്നോളജിയും തമ്മിൽ ധാരണാപത്രം ഒപ്പുവച്ചു. IPL ക്രിക്കറ്റിൽ ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും. വാർത്തകൾ വിശദമായി. തീവ്രവാദത്തിനെതിരായ പോരാട്ടത്തിൽ കേന്ദ്ര സർക്കാരിന് പൂർണ്ണ പിന്തുണ ഉറപ്പു നൽകി രാജ്യത്തെ രാഷ്ട്രീയ പാർട്ടികൾ. പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് ന്യൂഡൽഹിയിലെ പാർലമെന്റ് ഹൌസ് സമുച്ചയത്തിൽ സർക്കാർ വിളിച്ചു ചേർത്ത സർവകക്ഷി യോഗത്തിലാണ് പിന്തുണ അറിയിച്ചത്. സർക്കാർ കൂടുതൽ കർശനമായ നടപടി സ്വീകരിക്കുമെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു മാധ്യമങ്ങളോട് പറഞ്ഞു. അതിർത്തി മേഖലകളിൽ ജാഗ്രത ശക്തമാക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഭീകരാക്രമണത്തെ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും അപലപിക്കുന്നുവെന്നും ഏത് നടപടി സ്വീകരിക്കുന്നതിനും പ്രതിപക്ഷം സർക്കാരിന് പൂർണ്ണ പിന്തുണ നൽകുമെന്നും ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പറഞ്ഞു. പഹൽഗാമിൽ ഭീകരാക്രമണത്തിൽ വെടിയേറ്റു മരിച്ച കൊച്ചി ഇടപ്പള്ളി സ്വദേശി എൻ രാമചന്ദ്രന് ജന്മനാടിന്റെ അന്ത്യാഞ്ജലി. ഇടപ്പള്ളി ചങ്ങമ്പുഴ പാർക്കിൽ രാവിലെ എത്തിച്ച മൃതദേഹത്തിൽ സമൂഹത്തിന്റെ നാനാ തുറകളിൽപ്പെട്ടവർ അന്തിമോപചാരം അർപ്പിച്ചു. സംസ്ഥാന ഗവർണർ രാജേന്ദ്ര അർലേക്കർ, ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ള, മന്ത്രിമാരായ P രാജീവ്, AK ശശീന്ദ്രൻ, ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ഉൾപ്പെടെ അനേകം പേർ രാമചന്ദ്രന് അന്തിമോപചാരം അർപ്പിക്കാനെത്തിയിരുന്നു. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി വീട്ടിലെത്തി അന്തിമോപചാരം അർപ്പിച്ചു. പൊതുദർശനത്തിന് ശേഷം മൃതദേഹം സ്വസതിയിൽ എത്തിച്ചു. തുടർന്ന് ഇടപ്പള്ളി പൊതുശ്മശാനത്തിൽ സംസ്കാരം നടക്കും. പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ സുരക്ഷാ സ്ഥിതിഗതികൾ അവലോകനം ചെയ്യുന്നതിനായി കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി ഇന്ന് രാവിലെ ശ്രീനഗറിലെത്തി. ദക്ഷിണ കാശ്മീരിലെ അനന്ത്നാഗ് ജില്ലയിലെ പഹൽഗാം അദ്ദേഹം സന്ദർശിച്ചേക്കും. സുരക്ഷാ സാഹചര്യത്തെക്കുറിച്ചും തീവ്രവാദികൾക്കെതിരെയുള്ള നടപടികളെക്കുറിച്ചും കരസേനാ മേധാവിയെ ധരിപ്പിക്കുമെന്ന് ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചു. പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ സിന്ധു നദീജല കരാർ മരവിപ്പിച്ചത് സംബന്ധിച്ച് പാകിസ്ഥാൻ സർക്കാരിന് ഔദ്യോഗിക അറിയിപ്പ് നൽകി ഇന്ത്യ. ഇത് സംബന്ധിച്ച് ജലശക്തി മന്ത്രാലയം സെക്രട്ടറി പാകിസ്ഥാൻ ജലവിഭവ മന്ത്രാലയം സെക്രട്ടറിക്ക് കത്തയച്ചു. പഹൽഗാം ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യൻ വിമാനങ്ങൾ പാകിസ്ഥാൻ വ്യോമ മേഖലയിൽ പ്രവേശിക്കുന്നത് തടഞ്ഞ് പാകിസ്ഥാൻ. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ നിന്നുമുള്ള വിമാനങ്ങൾ ബദൽ വ്യോമപാതകൾ ഉപയോഗിക്കുമെന്ന് വിവിധ എയർലൈൻസുകൾ അറിയിച്ചു. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാൻ രാഷ്ട്രപതി ദ്രൌപദി മുർമു വത്തിക്കാനിലേക്ക് പുറപ്പെട്ടു. കേന്ദ്രമന്ത്രി കിരൺ റിജിജു, കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ, ഗോവ നിയമസഭാ ഡെപ്യൂട്ടി സ്പീക്കർ ജോഷ ഡിസൂസ എന്നിവരും രാഷ്ട്രപതിക്കൊപ്പമുണ്ട്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉൾപ്പെടെ ലോക നേതാക്കൾ ചടങ്ങിൽ പങ്കെടുക്കും. കേരളത്തെ പ്രതിനിധീകരിച്ച് മന്ത്രി റോഷി അഗസ്റ്റിൻ പങ്കെടുക്കും. സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ നാളെ വരെയാണ് പൊതുദർശനത്തിന് ക്രമീകരണം ഒരുക്കിയിരിക്കുന്നത്. നാളെ ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 1:30 സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കുക. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആഗ്രഹപ്രകാരം റോമിലെ സെന്റ് മേരി മേജർ ബസിലിക്കയിലാണ് അന്ത്യവിശ്രമം ഒരുക്കുന്നത്. നാളെ ഇന്ത്യയിൽ ദുഃഖാചരണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ജമ്മു കാശ്മീരിലെ ബന്ദിപ്പോരയിൽ തീവ്രവാദികളും സുരക്ഷാ സേനയും തമ്മിൽ ഏറ്റുമുട്ടൽ. ബന്ദിപ്പോര ജില്ലയിലെ കുൽനാർ ബാസിപ്പോര പ്രദേശത്ത് തീവ്രവാദികളുടെ സാന്നിധ്യമുണ്ടെന്ന വിവരത്തെ തുടർന്നാണ് സുരക്ഷാ സേന തിരച്ചിൽ നടത്തിയത്. ഒളിച്ചിരുന്ന തീവ്രവാദികൾ സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് നേരെ വെടിയുതിർക്കുകയായിരുന്നു. ഇതുവരെ ആളപായമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. വയനാട്ടിൽ തുടർച്ചയായി നടക്കുന്ന കാട്ടാന ആക്രമണത്തിൽ പ്രതിഷേധിച്ച് നാട്ടുകാർ. സൌത്ത് DFO അജിത് കുമാർ നാട്ടുകാരുമായി നടത്തിയ ചർച്ചകൾക്കൊടുവിലാണ് കഴിഞ്ഞ ദിവസം കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട മേപ്പാടി എരുമക്കൊല്ലി സ്വദേശി അർമുഖന്റെ മൃതദേഹം ഇൻക്വസ്റ്റ് നടപടികൾക്കായി വിട്ടു നൽകിയത്. മൃതദേഹം സുൽത്താൻ ബത്തേരി താലൂക്ക് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടത്തി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി വയനാട് ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ്. കാട്ടാനയുടെ ആക്രമണത്തെ തുടർന്ന് പ്രദേശത്ത് വനം വകുപ്പിന്റെ ഉന്നതതല യോഗവും ചേരുന്നുണ്ട്. അക്രമകാരിയായ ആനയെ മയക്കുവെടിവെച്ച് പിടികൂടി ഇവിടെ നിന്ന് മാറ്റണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. കഴിഞ്ഞ 2 മാസം മുമ്പ് സമീപത്തെ അട്ടമലയിലും കാട്ടാനയുടെ ആക്രമണം ഉണ്ടായിരുന്നു. ഇതിൽ ഒരാൾ കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ 8ഓളം പേരെയാണ് കാട്ടാന ഈ പ്രദേശത്ത് കൊന്നത്. അതുകൊണ്ട് തന്നെ വലിയ തോതിലുള്ള പ്രതിഷേധമാണ് നാട്ടുകാർക്കിടയിലുള്ളത്. വയനാട് കാട്ടാന ആക്രമണത്തിന് അടിയന്തരമായി പരിഹാരം കാണണമെന്ന് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. കർഷകരുടെ ജീവനും സ്വത്തും സംരക്ഷിക്കാൻ സർക്കാർ ബാധ്യസ്ഥമാണെന്നും അദ്ദേഹം കോഴിക്കോട് പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടനയും ശ്രീ ചിത്തിര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസസ് ആൻഡ് ടെക്നോളജിയും തമ്മിൽ ബഹിരാകാശ വൈദ്യശാസ്ത്ര സഹകരണം സംബന്ധിച്ച ധാരണാപത്രം ഒപ്പുവച്ചു. തിരുവനന്തപുരം ശ്രീ ചിത്രയിൽ നടന്ന ചടങ്ങിൽ ISRO ചെയർമാൻ ഡോക്ടർ വി നാരായണനും ശ്രീ ചിത്ര ഡയറക്ടർ ഡോക്ടർ സഞ്ജയ് ബിഹാരിയും ധാരണാപത്രം കൈമാറി. ഗ്രാമീണ ഭവനങ്ങളിൽ പൈപ്പിലൂടെ കുടിവെള്ളം ലഭ്യമാക്കുന്ന ജൽജീവൻ മിഷൻ പദ്ധതിയിൽ കോഴിക്കോട് ജില്ലയിൽ നൽകിയത് 3 ലക്ഷത്തോളം കണക്ഷനുകൾ. പദ്ധതിയുടെ ഒന്നാം ഘട്ടം ജില്ലയിൽ പൂർത്തിയാകുമ്പോൾ 2,84,750 കണക്ഷനുകളാണ് ജല അതോറിറ്റി നൽകിയത്. വിശദാംശങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു. ജലശുദ്ധീകരണശാലകളുടെ പ്രവൃത്തി പൂർത്തീകരിക്കുന്നതോടെ എല്ലാ പഞ്ചായത്തുകളിലെയും മുഴുവൻ വീടുകളിലും വിതരണ ശൃംഖല സ്ഥാപിച്ച് ശുദ്ധമായ കുടിവെള്ളം ലഭ്യമാക്കാനാകും. ജില്ലയിലെ പെരുവണ്ണാമൂഴിയിൽ 100 MLD ശുദ്ധീകരണശാല നിർമ്മിച്ച് ഗ്രാമപഞ്ചായത്തിൽ കുടിവെള്ളം എത്തിക്കുന്ന പദ്ധതി 65% പൂർത്തിയായി. കൂളിമാട് 100 MLD ശുദ്ധീകരണശാല നിർമ്മിച്ച് ഗ്രാമപഞ്ചായത്തിൽ കുടിവെള്ളം എത്തിക്കുന്ന പദ്ധതിയുടെ പ്രവൃത്തികളും ജില്ലയിൽ പുരോഗമിച്ചു വരികയാണ്. തുറയൂർ ഗ്രാമപഞ്ചായത്തിൽ 3736 കണക്ഷനും കുന്നുമ്മൽ ഗ്രാമപഞ്ചായത്തിൽ 4011 കണക്ഷനും നൽകി പഞ്ചായത്തുകളെ ഹർഘർ ജൽ പഞ്ചായത്തായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. സംസ്ഥാനത്തെ ത്രിതല പഞ്ചായത്തുകൾക്കും നഗരസഭകൾക്കുമായി 1396 കോടി രൂപ കൂടി അനുവദിച്ചതായി മന്ത്രി KN ബാലഗോപാൽ. ഈ സാമ്പത്തിക വർഷത്തെ മെയിന്റനൻസ് ഗ്രാന്റ് ഒന്നാം ഗഡുവാണ് അനുവദിച്ചത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഈ സാമ്പത്തിക വർഷത്തെ പ്രധാന പദ്ധതി പ്രവർത്തനങ്ങളിലേക്ക് കടക്കാൻ ഇത് സഹായിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. ഇന്ന് ലോക മലമ്പനി ദിനം. മലമ്പനി നിവാരണം യാഥാർത്ഥ്യമാക്കാം, പുനർനിക്ഷേപം, പുനർവിചിന്തനം എന്നിവയിലൂടെ പുനരുജ്ജീവിപ്പിക്കാം എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. കേരളത്തിൽ 2027 മലമ്പനി നിവാരണം സാധ്യമാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളാണ് സംസ്ഥാന ആരോഗ്യവകുപ്പ് നടത്തിവരുന്നതെന്ന് മന്ത്രി പറഞ്ഞു. മൂന്നാർ ഇരവികുളം ദേശീയ ഉദ്യാനം സ്ഥാപിച്ച് 50 വർഷം തികയുന്നതിന്റെ ഭാഗമായി വിപുലമായ വരയാടുകളുടെ കണക്കെടുപ്പിന് തയ്യാറെടുത്ത് വനംവകുപ്പ്. കേരളവും തമിഴ്നാടും സംയുക്തമായാണ് വരയാടുകളുടെ കണക്കെടുപ്പ് നടത്തുക. വനംവകുപ്പ് ഉദ്യോഗസ്ഥരും വന്യജീവി കണക്കെടുപ്പിൽ പ്രാവീണ്യമുള്ള വോളണ്ടിയർമാരും ഉൾപ്പെടെ 1300ഓളം പേരാണ് സെൻസസ് ടീമിലുള്ളത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ. കേരളത്തിലെ 89 സെൻസസ് ബ്ലോക്കുകളിലും തമിഴ്നാട്ടിലെ 176 സെൻസസ് ബ്ലോക്കുകളിലും തുടർച്ചയായി 4 ദിവസം കണക്കെടുപ്പ് നടത്തും. കണക്കെടുപ്പിനായി ക്യാമറ ട്രാപ്പുകളും ഉപയോഗിക്കും. ലോകത്തിൽ തന്നെ ചുരുക്കം മേഖലകളിൽ മാത്രം കാണപ്പെടുന്ന നീലഗിരി താർ എന്ന വരയാടുകളുടെ ഏറ്റവും ആരോഗ്യപൂർണമായ ആവാസ വ്യവസ്ഥ നിലനിൽക്കുന്നത് മൂന്നാറിലെ ഇരവികുളം ദേശീയോദ്യാനത്തിലാണ്. വംശനാശ ഭീഷണി നേരിടുന്ന ഇവയുടെ നിലനിൽപ്പ് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയാണ് കൃത്യമായ കണക്കെടുപ്പുകൾ നടത്തി സംരക്ഷണം ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളിലേക്ക് സംസ്ഥാന വനംവകുപ്പ് നീങ്ങുന്നത്. ആകാശവാണി തിരുവനന്തപുരം നിലയത്തിന്റെ 75ാം വാർഷികാഘോഷങ്ങളുടെ സമാപനം തിങ്കളാഴ്ച വൈകുന്നേരം തിരുവനന്തപുരം ടാഗോർ തിയേറ്ററിൽ നടക്കും. ഉദ്ഘാടനം പ്രശസ്ത ചലച്ചിത്ര സംവിധായകനും തിരക്കഥാകൃത്തും ഗാനരചയിതാവുമായ ശ്രീകുമാരൻ തമ്പി നിർവഹിക്കും. ആന്റണി രാജു MLA ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. തിരുവനന്തപുരം ആകാശവാണി പ്രോഗ്രാം മേധാവി V ശിവകുമാർ സ്വാഗതം ആശംസിക്കും. സമാപന ചടങ്ങുകളോടനുബന്ധിച്ച് ആകാശവാണിയുടെ ഫോട്ടോ എക്സിബിഷൻ ടാഗോർ തിയേറ്ററിൽ സംഘടിപ്പിക്കും. ഞായറാഴ്ച മുതൽ വിവിധ് ഭാരതിയുടെ അനന്തപുരി FM-ൽ രാവിലെ 6:45-നും വൈകുന്നേരം 6:30-നും മലയാളം പ്രാദേശിക വാർത്തകൾ പ്രക്ഷേപണം ചെയ്യും. IPL ക്രിക്കറ്റിൽ ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും. രാത്രി 7:30-ന് ചെന്നൈയിലാണ് മത്സരം. മുതലപ്പുഴ അഴിമുഖത്തെ മണൽ നീക്കം വേഗത്തിലാക്കാൻ കണ്ണൂർ അഴീക്കലിൽ നിന്നും എത്തിക്കുന്ന മാരിടൈം ബോർഡിന്റെ വലിയ ഡ്രഡ്ജർ ഇന്ന് രാവിലെ മുതലപ്പുഴയിലെത്തി. ഏറ്റവും വേഗത്തിൽ മണൽ നീക്കം സാധ്യമാക്കുക എന്നതാണ് മത്സ്യത്തൊഴിലാളികളുടെ ആവശ്യം. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 1121 പോയിന്റ് താഴ്ന്ന് 78,665-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 375 പോയിന്റ് നഷ്ടത്തിൽ 23,872-ലും വ്യാപാരം തുടരുന്നു. സ്വർണ്ണവിലയിൽ മാറ്റമില്ല. സ്വർണ്ണം ഗ്രാമിന് 9,005 രൂപയും പവന് 72,040 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പരിപാടിയായ മൻ കി ബാത്ത് ഈ മാസം 27-ന്. പരിപാടിയുടെ 121-ാം പതിപ്പാണിത്. പൊതുജനങ്ങൾക്ക് ആശയങ്ങളും അഭിപ്രായങ്ങളും MyGov ഓപ്പൺ ഫോറത്തിലൂടെയും നമോ ആപ്പിലൂടെയും 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും ഇന്നുവരെ അറിയിക്കാം. സംസ്ഥാന വനം വകുപ്പ് 8 മുതൽ 11ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കായി സംഘടിപ്പിക്കുന്ന പരിസ്ഥിതി പഠന ക്യാമ്പ് ജംഗിൾ ബെൽസ് അടുത്ത മാസം 14 മുതൽ 17 വരെ തിരുവനന്തപുരത്ത് നടക്കും. പരിസ്ഥിതി, വനം, വന്യജീവി സംരക്ഷണ ആശയങ്ങൾ കുട്ടികളിൽ വളർത്തിയെടുക്കുക എന്നതാണ് ക്യാമ്പ് ലക്ഷ്യമിടുന്നത്. രാജ്യത്തെ എല്ലാ തെരഞ്ഞെടുപ്പുകളും നിയമപ്രകാരമാണ് നടക്കുന്നതെന്നും ഇതിനെതിരെ പ്രചരിപ്പിക്കുന്ന ഏതൊരു തെറ്റായ വിവരവും നിയമത്തോടുള്ള അനാദരവാണെന്നും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. രാജ്യത്തെ തെരഞ്ഞെടുപ്പ് പ്രക്രിയകളുടെ വ്യാപ്തിയും കൃത്യതയും ലോകമെമ്പാടും പരക്കെ പ്രശംസിക്കപ്പെടുന്ന ഒന്നാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. തീവ്രവാദത്തിനെതിരെ കർശനമായ നടപടി സ്വീകരിക്കുമെന്ന് കേന്ദ്ര സർക്കാർ. അതിർത്തി മേഖലകളിൽ ജാഗ്രത ശക്തമാക്കാൻ നിർദ്ദേശം. പഹൽഗാമിൽ ഭീകരാക്രമണത്തിൽ വെടിയേറ്റു മരിച്ച കൊച്ചി ഇടപ്പള്ളി സ്വദേശി N രാമചന്ദ്രന് ജന്മനാടിന്റെ അന്ത്യാഞ്ജലി. സംസ്കാര ചടങ്ങുകൾ പുരോഗമിക്കുന്നു. സംസ്ഥാനത്തെ ത്രിതല പഞ്ചായത്തുകൾക്കും നഗരസഭകൾക്കുമായി 1396 കോടി രൂപ അനുവദിച്ചതായി മന്ത്രി KN ബാലഗോപാൽ. ബഹിരാകാശ വൈദ്യശാസ്ത്ര സഹകരണം സംബന്ധിച്ച് ISROയും ശ്രീ ചിത്തിര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസസ് ആൻഡ് ടെക്നോളജിയും തമ്മിൽ ധാരണാപത്രം ഒപ്പുവച്ചു. IPL ക്രിക്കറ്റിൽ നിന്ന് ചെന്നൈ സൂപ്പർ കിങ്സ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50-ന്.